നമസ്കാരം. ദേവസൈന്യയിലേക്കും ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഭാഗം 7ലേക്കും എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൊട്ടാരക്കര ഒരു നായർ കുടുംബത്തിലുണ്ടായിരുന്ന സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തരായി മരിച്ചു പോയിട്ട് ഒടുക്കം ഒരു സ്ത്രീ മാത്രം ശേഷിച്ചു. ആ സ്ത്രീ 45 വയസ്സുവരെ പ്രസവിക്കാതെയിരുന്നു. സന്താനാർത്ഥമായി അവർ അനേകം സത്കർമ്മങ്ങൾ ചെയ്തു എങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. അതിനാൽ ആ സ്ത്രീ കേവലം വന്ധ്യയാണെന്നും അവർ പ്രസവിച്ച് സന്താനമുണ്ടാവുക എന്നുള്ള കാര്യം അസാധ്യമാണെന്നും ആ കുടുംബം അന്യം നിന്ന് പോവുക തന്നെ ചെയ്യുമെന്നും എല്ലാവരും തീർച്ചപ്പെടുത്തി. അങ്ങനെ ഇരുന്ന കാലത്ത് ഭിക്ഷക്കാരനായ ഒരു സന്യാസി ആ കുടുംബത്തിൽ ചെല്ലുകയും ഭിക്ഷ വാങ്ങിയ ശേഷം ആ ദിവ്യൻ ആ കുടുംബ നായികയോട്, അമ്മേ, നിങ്ങൾ ഒട്ടും വ്യസനിക്കേണ്ട, നിങ്ങൾ ശാസ്താംകോട്ടയിൽ പോയി സ്വാമി ദർശനം കഴിച്ച് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സന്തതി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത് കേട്ട ആ സ്ത്രീക്ക് ഈ ദിവ്യന്റെ വാക്ക് ഒരിക്കലും മിഥ്യയായി പോവുകയില്ലെന്ന് മനസ്സിൽ തോന്നുകയും അടുത്ത ദിവസം തന്നെ അവർ അവരുടെ ഭർത്താവിനോടുകൂടി ശാസ്താംകോട്ടയിൽ ചെന്ന് കുളിച്ചു തൊഴുത് നടയിൽ നിന്ന് താൻ പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായാൽ സ്വാമിയുടെ നടയിൽ വെച്ച് കുട്ടിക്ക് ചോറ് കൊടുക്കുകയും 3 പറ അരിയുടെ ചോറ് കൊണ്ട് നാനാവിഭവങ്ങളോടുകൂടി കുരങ്ങന്മാർക്ക് സദ്യ നൽകുകയും 3 അരി ഏട്ടകൾക്ക് കൊടുക്കുകയും ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുപോയി. അനന്തരം 1 മാസം കഴിയുന്നതിന് മുമ്പ് എന്തോ കാരണവശാൽ ആ സ്ത്രീയുടെ ഭർത്താവ് അവരോട് മുഷിഞ്ഞ് സംബന്ധം മതിയാക്കി പോവുകയും വേറെ ഒരാൾ അവർക്ക് സംബന്ധം തുടങ്ങുകയും ഉടനെ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും അവർ യഥാകാലം സസുഖം പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു. 6-ാം മാസത്തിൽ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതിനായി ആ സ്ത്രീയും അവരുടെ ഭർത്താവും കൂടി കുട്ടിയെയും കൊണ്ട് ശാസ്താംകോട്ടയിലെത്തി. ക്ഷേത്രത്തിൽ വേണ്ടുന്ന വഴിപാടുകൾക്കെല്ലാം ഏർപ്പാട് ചെയ്തതിനു ശേഷം അവർ പോയി കുളിച്ചു വന്നു സ്വാമി ദർശനം കഴിച്ച് കിഴക്കേ നടയിൽ ഹാജരായി. ശാന്തിക്കാരൻ തീർത്ഥവും പ്രസാദവും ചോറും പായസവും എല്ലാം അവിടെ കൊണ്ടുചെന്ന് കൊടുത്ത് കുട്ടിക്ക് ചോറ് കൊടുക്കാനായി നടയിൽ ഇലവെച്ച് ചോറും പായസവും വിളമ്പി. അപ്പോഴേക്കും കുട്ടി ആരോ അടിച്ചിട്ടെന്ന പോലെ ഞെളിഞ്ഞു പിരിഞ്ഞ് ഉറക്കെ കരഞ്ഞു തുടങ്ങി. ഒരു വിധത്തിലും ചോറ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെയായി തീർന്നു. എടുത്താലും പിടിച്ചാലും കുട്ടി കയ്യിലിരിക്കാതെ കുതിച്ചു ചാടിത്തുടങ്ങി. കുട്ടി കയ്യിൽ നിന്ന് താഴെ പോകുമെന്നായപ്പോൾ ആ സ്ത്രീ ഒരു മുണ്ട് വിരിച്ച് കുട്ടിയെ അവിടെ കിടത്തി. ആ സമയം വാനര കുലപതിയായ സുഗ്രീവൻ ചാടിച്ചെന്ന് കുട്ടിയെ എടുത്തും കൊണ്ടോടിപ്പോയി ഒരു വലിയ വൃക്ഷത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായി. സുഗ്രീവൻ എടുത്തപ്പോൾ മുതൽ കുട്ടി കരച്ചിൽ നിർത്തി ചിരിക്കുകയും കയ്യും കാലും കുടഞ്ഞു കളിക്കുകയും ചെയ്തു തുടങ്ങി. ഇത് കേട്ട് ആ ദിക്കിലുള്ളവരൊക്കെ അവിടെ കൂടി. എല്ലാവരും വിസ്മയഭരിതരായി തീർന്നു. കുട്ടിയുടെ മാതാപിതാക്കന്മാർ വ്യസനപരവശരുമായി തീർന്നു. കുരങ്ങന്മാരെല്ലാം നടയിൽ കൂടി. ഏട്ടകളെല്ലാം വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി നടയിലെത്തി. ഈ അത്ഭുതപൂർവമായ സംഭവത്തിന് എന്തോ കാരണമുണ്ടെന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിധി കൽപ്പിക്കാനുള്ള അധികാരം ഉണ്ണിത്താനാണ്. അതിനാൽ ഉണ്ണിത്താൻ കുട്ടിയുടെ പിതാവിനെ വിളിച്ച്, നിങ്ങൾ ഈ കുരങ്ങന്മാർക്കും ഏട്ടകൾക്കും എന്തെങ്കിലും കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്തോ എനിക്ക് നിശ്ചയമില്ല എന്ന് അയാൾ പറഞ്ഞു. പിന്നെ കുട്ടിയുടെ മാതാവിനോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഈ കുട്ടിയെ നടയിൽ കൊണ്ടുവന്ന് ചോറ് കൊടുക്കുന്ന ദിവസം 3 പറ അരിയുടെ ചോറ് കൊണ്ട് നാനാവിഭവങ്ങളോടുകൂടി കുരങ്ങന്മാർക്ക് ഒരു സദ്യ കഴിക്കുകയും 3 അരി ഏട്ടകൾക്ക് കൊടുക്കുകയും ചെയ്യാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയിരുന്നു, ഇപ്പോഴാണ് ഓർത്തത് എന്ന് പറഞ്ഞു. എന്നാൽ കുരങ്ങന്മാർക്ക് സദ്യയും ഏട്ടകൾക്ക് അരിയും കൊടുക്കൽ നാളെ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് അതിലേക്കായി 101 പണം നിങ്ങൾ ഇപ്പോൾ നടയിൽ വെക്കണം. എന്നാൽ എല്ലാം ശരിയാകും. നാളെ വഴിപാടുകൾ നടത്തിയിട്ടേ നിങ്ങൾ പോകാവൂ. പണം ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഞാൻ തരാം. താമസിയാതെ എത്തിച്ചു തന്നാൽ മതി എന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. ആ സ്ത്രീ അപ്രകാരം സമ്മതിച്ച് 101 പണം ഉണ്ണിത്താനോട് കടമായി വാങ്ങി നടയിൽ വെച്ചു. തൽക്ഷണം സുഗ്രീവൻ കുട്ടിയെ കൊണ്ടുവന്ന് നടയിൽ കിടത്തി കൊടുത്തു. ഉടനെ ആ സ്ത്രീ കുട്ടിയെ എടുത്ത് ചോറ് കൊടുത്തു. ചോറൂണ് കഴിഞ്ഞ് ഉടനെ കുരങ്ങന്മാർ ഓരോ വൃക്ഷങ്ങളിലേക്കും ഏട്ടകൾ വെള്ളത്തിലേക്കും ജനങ്ങൾ അവരവരുടെ ഗൃഹങ്ങളിലേക്കും പിരിഞ്ഞുപോയി. കൊട്ടാരക്കരക്കാരായ ദമ്പതിമാർ പിറ്റേ ദിവസം കുരങ്ങന്മാർക്ക് കേമമായി സദ്യ നടത്തുകയും
ഏട്ടകൾക്ക് അരി കൊടുക്കുകയും കഴിച്ച് സ്വാമിയെ തൊഴുത് കുട്ടിയെയും കൊണ്ട് തിരിച്ചു പോവുകയും അടുത്ത ദിവസം തന്നെ ഉണ്ണിത്താന്റെ പണം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു.